മക്കളെ, ഇന്ന് നമുക്ക് ഫൂൽ എന്ന കവിത പഠിക്കാം. ഡോക്ടർ രാം ദരേശ് മിശ്രാണ് ഫൂൽ എന്ന കവിത എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം എക്സാമിന് ഫൂൽ എന്ന കവിത വരെയാണ് ഉണ്ടാകുന്നത്. 2 യൂണിറ്റാണ് നിങ്ങൾക്കുള്ളത്. രണ്ടാമത്തെ യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്ററാണ് फूल എന്ന കവിത. നോക്കാം. बाजार में सजा प्लास्टिक के फूलों का उद्यान, क्या गजब की रंगत है, जैसे बिना मौसम बहार आ गई हो, न मिट्टी गोड़ने की समस्या, न गाद न पानी, न चिड़ियों से रखवाली, न मौसम का इंतजार, एक ही भाव से हमेशा दहकते रहते हैं ये फूल, मैं इन्हें देर तक देखता रहा, फिर आंखों में उधरा गए चुभते हुए से अपने आंगन के गिलते मुरझाते फूल. ബാസാർ എന്ന് പറഞ്ഞ അങ്ങാടി. ബാസാർമേൽ സജ, അങ്ങാടിയിൽ അലങ്കരിച്ച് വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക് പൂക്കൾ. ബാസാർമേൽ സജ പ്ലാസ്റ്റിക് ഫൂലോക്ക ഉദ്യാനം, ഉദ്യാനം പൂന്തോട്ടം, പ്ലാസ്റ്റിക് പൂക്കളുടെ ഉദ്യാനം പൂന്തോട്ടം അങ്ങാടിയിലുണ്ട്. ക്യാ ഗജബ് കി രംഗത്ത് ഹേ, എത്ര മനോഹരമായ. ക്യാ ഗജബ് കി രംഗത്ത്, രംഗത്ത് പറഞ്ഞ നിറം. ക്യാ ഗജബ് കി രംഗത്ത് ഹേ, അതായത് കവി പറയുകയാണ് ആ മാർക്കറ്റിൽ അലങ്കരിച്ച പൂക്കളുടെ ഉദ്യാനം വളരെയധികം ആകർഷകമായ നിറങ്ങളുള്ളതാണ്. ഗജബ് കി രംഗത്ത്, വളരെയധികം ആകർഷകമായിട്ടുള്ള നിറങ്ങളുള്ള പൂക്കളായിരുന്നു, ഉദ്യാനമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ജൈസേ ബിനാ മൗസം ബഹാർ ആ ഗയി ഹോ, ന മിട്ടി ഗോഡ്നെ കി സമസ്യ, ന ഗാദ് ന പാനി. ബിനാ മൗസം, കാലാവസ്ഥയില്ലാതെ, ഋതുക്കളില്ലാതെ, അതായത് പൂക്കളുടെ കാലത്തല്ലാതെ എല്ലാ സമയത്തും പൂക്കൾ വിരിഞ്ഞു നിൽക്കൂലേ, അതിന് ഇന്ന മിട്ടി കൊടുന്നേക്ക് സമസ്യ, ഇന്ന മിട്ടി മണ്ണ് വേണ്ട, മണ്ണ് കിളയ്ക്കുന്ന പ്രശ്നമില്ല, ഇന്ന ഗാദ് വളം വേണ്ട, ഇന്ന പാനി വെള്ളവും വേണ്ട, മണ്ണ് കിളയ്ക്കേണ്ട പ്രയാസങ്ങളില്ല, അതുപോലെ തന്നെ മണ്ണ് ആവശ്യമില്ല, വളവും ആവശ്യമില്ല, വെള്ളവും ആവശ്യമില്ല. ന ചിടിയോം സേ രഘുവാലി, പക്ഷികളിൽ നിന്നും സംരക്ഷിക്കേണ്ട ആവശ്യവും ഇല്ല. ചിടിയോം എന്ന് പറഞ്ഞാൽ പക്ഷികൾ, ചിടിയോം സേ പക്ഷികളിൽ നിന്ന്, രഘുവാലി സംരക്ഷണം വേണ്ട, പക്ഷികളിൽ നിന്ന് സംരക്ഷണം വേണ്ട. ന മൗസം കാ ഇന്തസാർ, ഋതുക്കളെ പ്രതീക്ഷിച്ചിരിക്കേണ്ട, ഇന്തസാർ കർണ പറഞ്ഞാൽ പ്രതീക്ഷിച്ചിരിക്കുക. അപ്പം ഋതുക്കൾ മാറി വരുന്നത്, അതിന് വേണ്ടിയിട്ട് പ്രതീക്ഷിച്ചിരിക്കേണ്ട ആവശ്യവും വരുന്നില്ല. ഏക് ഹി ഭാവ് സേ ഹമേശ ദഹക്കത്തെ രഹത്തെ ഹേ യേ ഫൂൽ, ഒരേ ഭാവത്തോടു കൂടി എപ്പോഴും തിളക്കത്തോടെ നിൽക്കുന്നു ഈ പൂക്കൾ. മേ ഇനെ ദേർ തക്ക് ദേക്താ രഹ, ഞാൻ അതിനെ കുറേ സമയം നോക്കി നിന്നു. ഫിർ आंखों में उधरा गए चुभते हुए से अपने आंगन के गिलते मुरझाते फूल, പിന്നീട് കണ്ണുകളിൽ നിന്നും ഇറങ്ങിപ്പോയി, എന്താണ് പോയത്, ആങ്കൺമേ മുറ്റത്ത്, ഗിൽത്തേ മുർജാത്തെ വിരിയുകയും വാടുകയും ചെയ്യുന്ന പൂക്കൾ. ആ വിരിയുകയും വാടുകയും ചെയ്യുന്ന പൂക്കളെ മറന്നുകൊണ്ട് കവി എന്താണ് ചെയ്തത്, അങ്ങാടിയിൽ നിന്നും പ്ലാസ്റ്റിക് പൂക്കൾ വാങ്ങിച്ചു, ഒരു ഉദ്യാനം തന്നെ, ഒരു പൂന്തോട്ടം തന്നെ വാങ്ങിച്ചു. घर पहुंचते ही उन्हें उगाड़ फेंका और दहकते हुए बाजार को सजा दिया घर के पूरे अंतराल में. ഘർ പഹുഞ്ചത്തെ ഹി, വീട്ടിലെത്തിയ ഉടനെ തന്നെ അദ്ദേഹം ഉഗാഡ് ഫേങ്ക എന്ന് പറഞ്ഞാൽ പിഴുതെറിയുക, വീട്ടിലെത്തിയ ഉടനെ അദ്ദേഹം പിഴുതെറിഞ്ഞു. ആർ ദഹക്കത്തെ ഹുയെ ബാസാർ കോ സജാ ദിയ, എന്നിട്ട് ആ വളരെ വർണ്ണാഭമായിട്ടുള്ള പൂക്കളെ കൊണ്ട്, അങ്ങാടിയിൽ നിന്നും കൊണ്ടുവന്നിട്ട പൂക്കളെ കൊണ്ട് സജാദിയ അലങ്കരിച്ചു. ഗർക്കെ പൂരേ അന്തരാൾമേ, വീടിൻ്റെ എല്ലാ സ്ഥലങ്ങളും അലങ്കരിച്ചു. ദിൻ ബീത്തെ മഹീനെ ബീത്തെ, ദിവസങ്ങൾ കഴിഞ്ഞു. മഹീനെ ബീത്തെ, മാസങ്ങൾ കഴിഞ്ഞു. മൗസം ബീത്തെ, ഋതുക്കൾ കഴിഞ്ഞു. സാരാ ഗർ ഏക് രസ് ഇൻ രംഗോമേ ഡൂബാരഹ, സാരാഗർ, ഘർ വീട് മുഴുവനും, ഏക് രസ് ഒരേ രസത്തിൽ, ഒരേ ഭംഗിയിൽ, ഇൻ രംഗോമേ ഡൂബാരഹ ഈ നിറത്തിൽ ഇങ്ങനെ മുങ്ങി നിന്നു. ഹവാവോനെ കഹ, കാറ്റു പറഞ്ഞു, ഹമേ ഗന്ധ് ചാഹിയെ, ഞങ്ങൾക്ക് ഗന്ധം വേണം. മേ ചുപ് രഹ, ഞാൻ മിണ്ടാതെ നിന്നു. കവിയാണ് മിണ്ടാതെ നിൽക്കുന്നത് കേട്ടോ. മധുമക്കിയോനെ കഹ ഹമേ രസ് ചാഹിയെ, മധുമക്കികൾ പറഞ്ഞു, മധുമക്കികൾ എന്താ പറഞ്ഞത്, ഹമേ രസ് ചാഹിയെ, ഞങ്ങൾക്ക് തേൻ വേണമെന്ന് പറഞ്ഞു. മധുമക്കി പറഞ്ഞ തേനീച്ച, തേനീച്ചകൾ ഞങ്ങൾക്ക് തേൻ വേണം എന്ന് പറഞ്ഞു. മേ ചുപ് രഹ, അതിനും ഞാൻ മിണ്ടാതെ നിന്നു.
തിത്തലിയോനെ കഹ. അപ്പൊ പൂമ്പാറ്റകൾ പറയാണ് ഹമേം കോമൾ സ്പർശ് ചാഹിയെ, ഞങ്ങൾക്ക് കോമളമായ സ്പർശനം വേണം എന്ന് പൂമ്പാറ്റകൾ പറഞ്ഞു. മേം ചുപ്രഹ, അതിനും ഞാൻ മിണ്ടാതെ നിന്നു. മാംനെ കഹ. അപ്പോൾ അമ്മ പറഞ്ഞു മുജെ പൂജ കേലിയെ ഫൂൽ ചാഹിയെ, എനിക്ക് പൂജയ്ക്ക് പൂക്കൾ വേണം. മേം ചുപ്രഹ, ഞാൻ മിണ്ടാതെ നിന്നു. പത്നീനെ കഹ. ഭാര്യ പറഞ്ഞു മുജെ വേണി കേലിയെ ഫൂൽ ചാഹിയെ, എനിക്ക് മുടിയിൽ ചൂടാൻ പൂക്കൾ വേണം. मैं चुप रहा, ഞാൻ മിണ്ടാതെ നിന്നു. लेकिन जब बच्चे ने कहा बापू मुझे फूल चाहिए फूलों की पहचान के लिए, तो मैं चुप न रह सका. പക്ഷേ എപ്പോഴാണോ കുട്ടികൾ ബാപ്പു ഞങ്ങൾക്ക് പൂക്കൾ വേണം, എന്തിനാണ്, മുജേ ഫൂൽ ചാഹിയെ, എനിക്ക് പൂക്കൾ വേണം, ഫൂലോങ്കി പഹ്ചാൻ കേലിയെ, പൂക്കളുടെ തിരിച്ചറിവിന് വേണ്ടി, പൂക്കളിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി, അറിയാൻ വേണ്ടി പൂക്കൾ വേണം എന്നെപ്പോഴാണോ കുട്ടികൾ പറഞ്ഞത്, അപ്പോൾ എനിക്ക് മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല. തോ മേ ചുപ്പ് ന രഹ് സക, അപ്പോൾ എനിക്ക് മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല. ഹൃദയ ഹാഹാകാർ കർ ഉട, എൻ്റെ ഹൃദയം ഹാഹാകാരം കൊള്ളാൻ തുടങ്ങി. हाय मैंने क्या कर दिया कि बच्चे फूलों की पहचान से वंचित हो गए. ഞാനിതെന്താണ് ചെയ്തത്, കുട്ടികൾ ഫൂലോങ്കി പഹ്ചാൻ സേ, കുട്ടികൾ എങ്ങനെയാണ് പൂക്കളുടെ തിരിച്ചറിവിൽ നിന്നും വഞ്ചിതരാവുകയാണ്. പ്ലാസ്റ്റിക് പൂക്കൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതാണ് കുട്ടികൾ പഠിക്കലേ, അപ്പോൾ കുട്ടികൾ പൂക്കളിൽ നിന്നും വഞ്ചിതരാവുകയാണ്. मैंने प्लास्टिक के सारे फूल तोड़ डाले और फावड़ा लेकर अपने आंगन की मिट्टी से जूझने लगा. मिट्टी मुस्कुराई, हवा गिलगिलाई, जल कल 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 गाने लगा. അപ്പോഴുണ്ടാകുന്ന പ്രകൃതിയിലെ മാറ്റമാണ് പറഞ്ഞത്. അതായത് കവി എന്ത് തീരുമാനിച്ചു, വീട്ടുമുറ്റത്ത് ചെടികൾ നട്ടു വളർത്താൻ വേണ്ടി തീരുമാനിച്ചു. കവി എന്താണ് ചെയ്തത്, പ്ലാസ്റ്റിക് സാരേ ഫൂൽ തോടിടാലേ, അവിടെ ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക് പൂക്കളൊക്കെ എല്ലാം പിഴുതെറിഞ്ഞു. അവർ ഫാവട ലേക്കർ, എന്നിട്ട് കൈക്കോട്ടെടുത്തിട്ട് അപ്പനെ ആങ്കൺക്ക് മിട്ടീസേ, തൻ്റെ മുറ്റത്ത് മിട്ടീസേ ചുഞ്ചനല്ല, മുറ്റത്തുള്ള മണ്ണ് കിളയ്ക്കാൻ തുടങ്ങി. മിട്ടി മുസ്കരായി, അപ്പം മണ്ണിന് സന്തോഷമായി, മണ്ണെന്ത് ചെയ്യാൻ തുടങ്ങി, മണ്ണ് മുസ്കരായി, പുഞ്ചിരിച്ചു. ഹവാ ഗിൽഗിലായി, കാറ്റിന് സന്തോഷമായി, ഗിൽഗിലായി പറഞ്ഞാൽ സന്തോഷിക്കുക, കാറ്റിന് സന്തോഷമായി. ജല് കള് 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 ഗാനലക, ജലം കളകള ശബ്ദത്തോട് കൂടിയിട്ട് ഗാനമാലപിക്കാൻ തുടങ്ങി. ഓക്കെ, അത്രയാണ് നമ്മുടെ ഫൂൽ എന്ന കവിത വരുന്നത്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.